Good morning. Welcome to this video. Today we are going to deal with the chapter 2 in functional grammar and communication in English, Concord subject verb agreement. Before getting to the chapter, we have to know what is meant by concord or the subject verb agreement. The word concord means agreement or harmony and is derived from the Latin for agreement. Hence, in English grammar, concord refers to the grammatical agreement between two words in a sentence. So, concord is the agreement between the subject and the verb in number and person in the sentence. Or we could say that subject verb concord is when the subject of a sentence and the verb of a sentence agree. This means that in a subject verb concord, if the subject of the sentence is singular, the verb must also be singular. And if the subject is plural, the verb also must be plural. അപ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കൺകോഡ് എന്ന് പറഞ്ഞാൽ കൺകോഡ് എന്ന് പറയുന്നത് ഒരു അഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് വരുന്നത്. അതൊരു ലാറ്റിനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള വാർഡാണ്. ഒരു ഇംഗ്ലീഷ് ഗ്രാമറിൽ ഈ ഒരു സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കൺകോഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് ദിസ് എ ഗ്രമാറ്റിക്കൽ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു വേർഡ്സ് ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിലെ രണ്ട് വേർഡ്സുകൾ തമ്മിലുള്ള ഗ്രമാറ്റിക്കൽ അഗ്രിമെൻ്റ് ആണ്. മെയിൻലി അതെന്തായിരിക്കും, ഒരു സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ആണ്. സോ നമുക്കറിയാം സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സിംഗുലർ ആയിട്ടുള്ള ഒരു വേർബിനെ യൂസ് ചെയ്യണം. ഇഫ് ദി സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, ദ വേർബ് മസ്റ്റ് ആൾസോ ബി പ്ലൂറൽ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ബേക്കറി ഈസ് ക്ലോസ്ഡ് എന്ന് പറയുന്നതും ദ ബേക്കറീസ് ആർ ക്ലോസ്ഡ് എന്ന് പറയുന്നതും ബേസ്ഡ് ഓൺ സബ്ജക്റ്റ്. ബേക്കറി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആവുന്ന സമയത്ത് നമ്മൾ ഈസ് എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്യുന്നു. ദെൻ ബേക്കറീസ് ആർ എന്ന് യൂസ് ചെയ്യുന്നത് ബേക്കറീസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ്. സോ ഇങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് സംടൈംസ് വി ടെൻഡ് ടു ഗെറ്റ് കൺഫ്യൂസ്ഡ് ഇൻ ഐഡന്റിഫൈങ് ദി കറക്റ്റ് സബ്ജക്റ്റ് ഓഫ് എ സെന്റൻസ്. This happens especially when a phrase comes in between the subject and the verb. So here we are going to discuss some of the examples of the circumstances, word and how you use concord and certain exceptions as well. സോ ബട്ട് ഒരു സബ്ജക്റ്റിൻ്റെ കേസിൽ രണ്ട് നൗണുകൾ ഒരു സബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫ്രേസ് വരുന്ന സമയത്ത് ഏതാണ് സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വരുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലൊക്കെയാണ് നമ്മൾ മെയിൻലി ഏത് വേർബാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത്. സോ ഹിയർ കുറച്ച് റൂൾസാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദി ചാപ്റ്റർ. So first one is concord. Concord means the grammatical agreement between two words in a sentence. We have already discussed about the concord. For example, he plays Ludo and they play PUBG. He is a hero. They are tigers. അപ്പോൾ ഇതൊക്കെ നമുക്ക് മെയിൻലി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ ആ ഒരു വേർബിൻ്റെ കൂടെ നമ്മൾ യെസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് പ്ലൂരൽ ആണെന്ന സമയത്ത് സിംപ്ലി ആ മെയിൻ ബേസ് ഫോം ഓഫ് ദി വേർബ് മാത്രമാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഇതിൽ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ലെറ്റ്സ് ഗോ ഓൺ ടു ദി റൂൾസ്. First rule is when the subject and verb must agree in number. He bunks his class and they eat ice cream. അപ്പോൾ സബ്ജക്റ്റും വേർബും നമ്പറിൽ എന്തായിരിക്കണം, ദേ ഹാവ് ടു അഗ്രി. വിച്ച് മീൻസ് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള വേർബ്, പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വേർബ്. Okay, then rule 2, if the subject part consists of two or more nouns or pronouns joined by an, then use a plural verb. ഇനി സബ്ജക്റ്റിൻ്റെ കേസിൽ രണ്ട് നൗണുകളുണ്ട്, അതിന് നമ്മൾ ആൻഡ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ we have to use a plural verb. For example, Riha and Fida walk to the theatre. He and his friends are at the park. ഇവിടെ റീഹ ആൻഡ് ഫിദ എന്ന് പറയുന്നത് റീഹ എന്ന് പറയുന്ന നൗണിനെയും ഫിദ എന്ന് പറയുന്ന നൗണിനെയും ആൻഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാണ്. സോ അവിടെ ഒരു പ്ലൂറൽ സെൻസ് വരുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള ഒരു വേർബിനെ യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ തേർഡ് റൂൾ ഈസ് വെൻ എയ്തർ or the neither nor comes as in the part of subject. സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് എയ്തർ
ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ എന്ന് പറയുന്ന ഈ ഒരു കോറിലേറ്റിംഗ് കൺജങ്ഷൻസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എയ്തർ ഓർ എന്ന് വരുമ്പോഴും നെയ്തർ നോർ എന്ന് വരുന്ന സമയത്തും നമുക്കറിയാം രണ്ട് നൗൺസുകൾ അവിടെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, എയ്തർ ദി സ്റ്റുഡൻറ് ഓർ ദി ടീച്ചർ അറ്റൻഡ്സ് ദി മീറ്റിംഗ് എന്നാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എയ്തർ ദി സ്റ്റുഡൻറ് എന്ന് പറയുന്നതും അതേപോലെ ടീച്ചർ എന്ന് പറയുന്ന മറ്റൊരു നൗണും ഈ ഒരു സെൻറ്റൻസിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസ് കാണുന്ന സമയത്ത് നമ്മൾ വാബിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നൗൺ ഏതാണെന്ന് നോക്കുക. അത് സിംഗുലർ ആണെങ്കിൽ വി ഹാവ് ടു ഫോളോ എ സിംഗുലർ വേർബ്. ഇഫ് ഇറ്റ് ഈസ് പ്ലൂരൽ വി ഹാവ് ടു ഫോളോ എ പ്ലൂരൽ വേർബ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് രണ്ടും സിംഗുലർ ആയിട്ടുള്ള നൗണുകളാണ്. അപ്പം എയ്തർ ദി സ്റ്റുഡൻറ് ഓർ ദി ടീച്ചർ അറ്റൻഡ്സ് ദി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിലും അതുപോലെ നെയ്തർ ഹിസ് സിസ്റ്റർ നോർ ഹിസ് മദർ ഈസ് ഡാൻസിങ് ഫോർ ദി പാർട്ടി, ഈ രണ്ട് എക്സാമ്പിളിലും രണ്ട് നൗണുകളും സിംഗുലർ ആണ്. സോ വി ഹാവ് ടു യൂസ് ദി സിംഗുലർ വേർബ് ഹിയർ. ബട്ട് if it is plural, for example either the students or the teachers എന്നാണ് വരുന്നതെങ്കിൽ we have to follow attend instead of attends. ടീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ we have to use a plural verb. Okay, now let's move on to the fourth rule, that is when a sentence starts with one of the. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വൺ ഓഫ് ദി വരികയാണെങ്കിൽ ആ ഒരു വൺ ഓഫ് ദിന് ശേഷമായിട്ടൊരു പ്ലൂറൽ നൗണാണ് വരുന്നതെങ്കിൽ പോലും നമ്മൾ സിംഗുലർ ആയിട്ടുള്ളൊരു വാബിനെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദി ഗേൾസ് ഈസ് ആബ്സെന്റ് എന്നാണ് പറയുന്നത്. കാരണം വൺ ഓഫ് ദി ഗേൾസ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണെങ്കിലും ഈ ഒരു വൺ ഓഫ് ദി ബേസ് ചെയ്തിട്ടാണ് അതിലുള്ള വാബിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ വൺ ഓഫ് ദി ഗേൾസ് ഈസ് ആബ്സെന്റ്, നോട്ട് ആൾ. ദെൻ റൂൾ 5, when here and there comes at the beginning of the sentence, we have to use the verb according to the succeeding subject. ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഹിയർ വെച്ചിട്ടോ ദർ വെച്ചിട്ടോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സക്സീഡിങ് സബ്ജക്റ്റ് നോക്കിയിട്ടാണ് അതിലുള്ള വേർബിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹിയർ ആർ ദി മാംഗോസ്, ദർ ഈസ് എ ബിഗ് ട്രക്ക്, ഹിയർ ഈസ് എ ഫോൺ. ഇവിടെ ഹിയർ ആർ ദി മാംഗോസ് എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ നിങ്ങൾ നോക്കുക, ഹിയർ എന്നതിന് ശേഷം വേർബിന് ശേഷം വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാംഗോസ് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ പ്ലൂറൽ, സോ വി ഹാവ് ടു ഫോളോ എ plural verb here. Then come to next sentence, that is there is a big truck. Big truck is singular, so we have to use a singular verb. And last and finally, phone is a singular, so we have to use is instead of are. Then sixth rule, some of the words are given here and we have to use a singular verb in these all words. Each one, either, neither, everyone, everybody, anyone, anybody, nobody, somebody, someone, no one. ഇത്രയും വേർഡ്സിന്റെ കൂടെ these are the words where we have to follow a singular verb. ഈ ഒരു ഇത്രയും വേർഡ്സിന്റെ കൂടെ നമ്മൾ എപ്പോഴും സിംഗുലർ വേർബാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എവറിബഡി എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു പ്ലൂറൽ ആയിട്ട് തോന്നിയേക്കാം, ബട്ട് വി ഹാവ് ടു യൂസ് എ സിംഗുലർ വേർബ്. ഫോർ എക്സാമ്പിൾ, ഈച്ച് ഓഫ് ദി സ്റ്റുഡൻസ് was provided a training. Everyone has entered the. Now the seventh rule is we must use a singular verb when the subject conveys a single unit of distance, time or money. ഇനി സം ഓഫ് ദി മണി അല്ലെങ്കിൽ പീരിയഡ്സ് ഓഫ് ടൈം, ഡിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പ്ലൂറൽ സെൻസ് ഉണ്ടെങ്കിൽ പോലും അതിന് സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സിംഗുലർ വേർബിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, 10,000 rupees ഈസ് എ ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 15 kilometers ഈസ് ടു ഫാർ ഫ്രം ഹിയർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, യൂണിറ്റ് ഓഫ് ടൈം, അതേപോലെ തന്നെ ഡിസ്റ്റൻസ്, ടൈം ഓർ മണി, ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും സിംഗിൾ ആയിട്ടുള്ള വേർബിനെയാണ് യൂസ് ചെയ്യുന്നത്. Now the eighth rule is uncountable nouns like water, gold, silver, oil, air, etc. are treated as a singular subject and therefore followed by a singular verb. For example, water is transparent, love is the foundation of family. In the case of a sentence starts with a lot of, all of or some of, we have to use a singular verb if the noun is singular and if the
noun is plural, we have to use a plural verb. Ninth rule ആണ് പറയുന്നത് a lot of വെച്ചിട്ടോ അല്ലെങ്കിൽ all of വെച്ചിട്ടോ some of വെച്ചിട്ടോ ഒരു സെൻറ്റൻസ് ബിഗിൻ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള നൗണിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അത് സിംഗുലർ ആണെങ്കിൽ we can use the singular verb. If it is plural, we have to use a plural verb. For example, all of the students are good. Some of the apple is green. അതിൽ ഓൾ ഓഫ് ദി സ്റ്റുഡൻസ് എന്ന് പറയുന്നതിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, സോ വി ഹാവ് ടു യൂസ് ആർ ഹിയർ. ആൻഡ് സം ഓഫ് ദി ആപ്പിൾ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സോ വി ഹാവ് ടു യൂസ് ഈസ് ഹിയർ. Now let's take a look onto the case of the collective nouns. Collective nouns, which means a group of things considered as a single one, like team, faculty, staff, government, jury, committee, and this type of nouns can be considered as the collective noun. So in the case of collective noun, it's important to remember that a singular verb should be used and not the plural. But collective noun in the case, collective noun എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. സോ ഇങ്ങനെയുള്ള ഇപ്പോൾ ടീം, ഫാക്കൽറ്റി, സ്റ്റാഫ്, ഗവൺമെൻറ്, ഓഡിയൻസ് എന്നൊക്കെ പറയുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബിനെ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നോട്ട് ദി പ്ലൂരൽ വേർബ്. ഫോർ എക്സാമ്പിൾ, the group meets in the hall. Here group is the collective noun, so we have to use the singular verb meets here, not the meet. Okay. Then the 11th rule is some of the nouns can be seen like plural because it's end with es form, but it's not in the plural sense. For example, mathematics is the name of a subject. Then civics, news, these all words ends with es form, but it's not in the plural case, so we have to use a singular noun for this. For example, mathematics is very good subject, like so politics, economics, these all things are the name of a subject, so we have to use a singular verb for these kind of nouns. Okay, then 12th rule is in the case of as well as, along with, and besides in a sentence. So when we are using the as well as, besides, and along with in a sentence, we have to consider the first noun in that sentence and first subject in that sentence, and based on that you have to consider the verb here. If it is singular, we can use the singular verb, and if the first the preceding subject is singular, we can use the singular verb. If it is plural, we can use the plural verb. For example, here Manav as well as his cousin is expected shortly. ഇവിടെ ഞാൻ ഒന്നും കൂടെ പറയുന്നുണ്ട്, ആസ് വെൽ ആസ് അല്ലെങ്കിൽ അലോങ് വിത്ത് അല്ലെങ്കിൽ ബിസൈഡ്സ് എന്ന് പറയുന്ന വേർഡ്സുകൾ ഒരു സെൻറ്റൻസിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റിൽ വരുന്ന സബ്ജക്റ്റിനെ നോക്കുക, ആസ് വെൽ ആസിൻ്റെ തൊട്ട് മുന്നേ വരുന്ന പ്രിസൈഡിങ് സബ്ജക്റ്റിനെ നോക്കുക. അത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ആയിട്ടുള്ള വേർബിനെ യൂസ് ചെയ്യാം, അത് പ്ലൂരൽ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദി പ്ലൂരൽ വേർബ്. ഇവിടെ മാനവ് എന്ന് പറയുന്നത് നെയിം ഓഫ് എ പേഴ്സൺ, സോ ഇറ്റ്സ് എ സിംഗുലർ, സോ വി ക്യാൻ യൂസ് ദി ഈസ് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ആർ. ഇനി നമുക്ക് തേർഡ് സെൻറ്റൻസ് നോക്കാം. ദ മിനിസ്റ്റേഴ്സ് ബിസൈഡ്സ് ബോഡി ഗാർഡ്സ് വോർ കിൽഡ് എന്ന് പറയുന്നത്, കാരണം മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആണ്, സോ വി ഹാവ് ടു യൂസ് എ പ്ലൂരൽ വേർബ് ഹിയർ. ഈ ഒരു സെയിം സെൻറ്റൻസ് തന്നെ നമുക്ക് സിംഗുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ദ മിനിസ്റ്റർ ബിസൈഡ്സ് ബോഡി ഗാർഡ്സ് വാസ് കിൽഡ് എന്ന് പറയാം, കാരണം മിനിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ ആണ് ആ ഒരു കേസിൽ. അപ്പോൾ നിങ്ങൾ ആസ് വെൽ ആസ്, ബിസൈഡ്സ്, അലോങ് വിത്ത്, ഇൻ അഡീഷൻ ടു എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫ്രൈസിൻ്റെ തൊട്ട് മുന്നേ വരുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കുക. അത് സിംഗുലർ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദി സിംഗുലർ വേർബ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് പ്ലൂരൽ വി ക്യാൻ യൂസ് ദി പ്ലൂരൽ വേർബ്. This is all about the 12 rules which I have given in your textbook. Hope you have got the idea related to this. So let me wind up this session. Thank you.